മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. വന്ദേ ഭാരത് മിഷൻ 4ാം ഘട്ടത്തിൽ കേരളത്തിലേക്കുള്ള സർവീസുകൾക്ക് ഇന്ന് തുടക്കം കുറിച്ചു. അതേസമയം തിരുവനന്തപുരം, കൊച്ചി എന്നിവിടങ്ങളിലേക്കാണ് ഇന്ന് സർവീസുകളുള്ളത്. ഇതേ തുടർന്ന് 4ാം ഘട്ടത്തിൽ 36 സർവീസുകളാണ് ജൂലൈ 30 വരെ കേരളത്തിന് അനുവദിച്ചിരിക്കുന്നത്. ഒന്നിടവിട്ട ദിവസങ്ങളിലായി കൊച്ചിയിലേക്ക് ഇന്നു മുതൽ ജൂലൈ 30 വരെ 12ഉം തിരുവനന്തപുരത്തേക്ക് ബുധനാഴ്ച 22 മുതൽ 8 സർവീസുകളുമാണുള്ളത്. കോഴിക്കോടേക്ക്, കണ്ണൂർ എന്നിവിടങ്ങളിലേക്ക് 9 മുതൽ ജൂലൈ 23 വരെ 8 സർവീസുകൾ വീതമാണുള്ളത്. ഇന്ത്യയിലേക്കുള്ള 4ാം ഘട്ടത്തിന് ഇന്നലെയാണ് തുടക്കമിട്ടത്. ഇന്നലെ ലക്നൗ, മുംബൈ എന്നിവിടങ്ങളിലേക്കാണ് സർവീസുകൾ നടത്തിയത്. വന്ദേ ഭാരതിൽ ഇതുവരെ 245 കുട്ടികൾ ഉൾപ്പെടെ 9371 പേരാണ് ഇന്ത്യയിലേക്ക് മടങ്ങിയത്. ടിക്കറ്റ് ബുക്കിംഗ് സ്വന്തം സംസ്ഥാനങ്ങളിലേക്ക് മാത്രമാണുള്ളത്. ഇന്ത്യയുടെ ബജറ്റ് എയർലൈനായ ഇൻഡിഗോയാണ് 4ാം ഘട്ടത്തിൽ സർവീസ് നടത്തുന്നത്. ഇൻഡിഗോയുടെ വെബ്സൈറ്റ് വഴി ടിക്കറ്റുകൾ യാത്രക്കാർക്ക് നേരിട്ട് വാങ്ങാനുള്ള സൗകര്യമാണ് ഇത്തവണ നൽകിയിരിക്കുന്നത്. ആദ്യം ടിക്കറ്റ് എടുക്കുന്നവർക്ക് യാത്ര ചെയ്യാവുന്നതാണ്. നാട്ടിലേക്ക് പോകാനായി ഇന്ത്യൻ എംബസിയിൽ രജിസ്റ്റർ ചെയ്തവർക്ക് എംബസി രജിസ്ട്രേഷൻ നമ്പർ നൽകിയിട്ടുമുണ്ട്. ഇതുപയോഗിച്ച് മാത്രമേ ടിക്കറ്റ് ബുക്കിംഗ് അനുവദിക്കൂ. സ്വന്തം സംസ്ഥാനങ്ങളിലേക്ക് മാത്രമേ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാവൂ എന്നാണ് എംബസിയുടെ നിർദ്ദേശം. ദോഹയിൽ നിന്ന് ഇന്ത്യയിലെത്തുന്നത് എവിടെയാണോ അവിടെ നിർബന്ധിത ക്വാറന്റൈൻ കാലാവധി പൂർത്തിയാക്കിയവർക്ക് മാത്രമേ ആഭ്യന്തര വിമാനങ്ങൾക്ക് ബുക്ക് ചെയ്ത് മറ്റിടങ്ങളിലേക്ക് പോകാൻ അനുമതിയുള്ളൂ. ക്വാറന്റൈൻ പൂർത്തിയാക്കാതെ ആഭ്യന്തര വിമാനങ്ങളിൽ ബുക്ക് ചെയ്താൽ ടിക്കറ്റ് റദ്ദാക്കേണ്ടി വരികയും പണം നഷ്ടമാകുകയും ചെയ്യുമെന്നും എംബസി മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.